എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനലിൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ആദ്യമേ നേരുന്നു. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകുക. കേരളത്തിലെ അശരണരായ, നിരാലംബരായ, നിരാശ്രരായ, അറിയപ്പെടാത്ത സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യത്തിൻ്റെ 78ാമത് വർഷത്തിൽ, അതായത് 1947 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ താത്വികമായി തന്നിട്ട് പോയത്. താത്വികമായ ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ നമുക്ക് തന്നുവെങ്കിലും ഇന്നും പാരതന്ത്ര്യത്തിൻ്റെ അലകൾ വലുതായി 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 തന്നെ കാണാം. സാമ്പത്തിക സ്വാതന്ത്ര്യം എവിടെ? അവകാശ സ്വാതന്ത്ര്യം എവിടെ? അനുവദിക്കുന്ന ലീവ് പോലും കിട്ടാതെ, അനുവദിക്കുന്ന പെൻഷൻ കിട്ടാതെ, അനുവദിക്കുന്ന സാലറി കിട്ടാതെ, തുടങ്ങുന്ന സാലറിയിൽ തന്നെ ജീവിതം ഹോമിക്കപ്പെടേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ, ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ, 2000-1000 രൂപ പ്രഖ്യാപിക്കുക, അത് കൊടുക്കാതിരിക്കുക, ഗ്രാറ്റുവിറ്റി കിട്ടാത്തവർ, അങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അങ്കണവാടി ടീച്ചർമാർ, ടീച്ചർ എന്ന് പറയുമ്പോൾ വർക്കർമാർ, ഹെൽപ്പർമാർ. 66,000 പേരുണ്ട് കേരളത്തിൽ. 33,000-ഓളം വരുന്ന അങ്കണവാടികളിൽ 66,000 പേർ നിലവിൽ ജോലി ചെയ്യുന്നു. ഇനി പെൻഷൻ പറ്റിയവരുമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 78ാം വർഷത്തിൽ അങ്കണവാടി 1975 ഒക്ടോബർ 2 തുടങ്ങിയെങ്കിൽ 2025 ഒക്ടോബർ 2 ആകുമ്പോൾ 50 ആണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ച കുട്ടി 3 വയസ്സ് വരെ അങ്കണവാടിയിൽ പഠിക്കാം, അന്ന് 6 വയസ്സ് വരെ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം പഠിച്ച കുട്ടികൾക്ക് 56 വയസ്സും, അല്ലെങ്കിൽ 56 മുതൽ താഴോട്ട് 50 വയസ്സ് വരെ ആയിട്ടുണ്ട്. അങ്ങനെ അവരെ പഠിപ്പിച്ചവർക്ക്, അവരെ വളർത്തിയവർ എവിടെ നിൽക്കുന്നു? വളർത്താൻ സഹായിച്ചവർ എവിടെ നിൽക്കുന്നു? കൃത്യമായൊരു സ്റ്റോക്ക് ടേക്കിംഗ്, ഒരു കണക്കെടുപ്പ് ആവശ്യമുണ്ട് ഈ 50ാം വർഷത്തിൽ. അതാണ് സുഭാഷിതം ഡിജിറ്റൽ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 30-ലധികം വീഡിയോ, ഓരോ വിഷയങ്ങൾ, വളരെ മൈക്രോ ലെവലുള്ള വിഷയങ്ങൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ചെയ്യുന്ന പലതിനും റിസൾട്ട് ഉണ്ടാകുന്നു. അതിന് ഫലമുണ്ടാകുന്ന കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പെൻഷൻ 3 മാസത്തെ കൊടുത്തു. അത് ഞങ്ങളുടെ കഴിവോ ക്രെഡിറ്റോ അല്ല, പക്ഷേ കിട്ടി 3 മാസം. ഫയലുകൾ പലപ്പോഴും നീങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസർമാരുടെ, CDPOമാരുടെയും സൂപ്പർവൈസർമാരുടെയും മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. പാസ്ബുക്കുകൾ കാണാത്തതും കണ്ടതും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വരുന്നു. പുതിയ പാസ്ബുക്കുകൾ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ കോൺഫിഡൻസാണ്. അതുപോലെ തന്നെ CDPOമാരുടെയൊക്കെ മനോഭാവത്തിൽ അങ്കണവാടി വർക്കർമാരും ടീച്ചർമാരെയും ഹെൽപ്പർമാരെയും ഒക്കെ ഒന്ന് അംഗീകരിച്ച് വരുന്ന നിലയിലേക്ക് കാര്യം വരുന്നു. അപ്പോഴും അവരുടെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. 2022 പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞ ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടില്ല. സുപ്രീം കോടതി അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇവരുടെ വേതന വ്യവസ്ഥകൾ പഴഞ്ചനാണ്, അത് പുതുക്കിയേ കഴിയൂ. ഇവർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ആക്റ്റിൽ വരും, ഇവർ വേജസിൻ്റെ അണ്ടറിൽ വരും. എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും വേജസിൻ്റെയും അണ്ടറിൽ വന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാൻ ഇവരും അർഹരാണെന്ന് സുപ്രീം കോടതി, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം പറഞ്ഞിട്ട് 3 വർഷം കഴിയുന്നു. ആ ഫയൽ കിടന്നടിക്കുകയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ. അതിനിടയിൽ ഗുജറാത്ത് അത് നടപ്പിലാക്കി, ത്രിപുര നടപ്പിലാക്കി, കർണാടക നടപ്പിലാക്കി, തമിഴ്നാട് അതിനകത്ത് പല സ്റ്റേറ്റുകളും നടപ്പിലാക്കിയിട്ടും കേരളത്തിൽ അതിപ്പോഴും കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്നേ ഉള്ളൂ നിയമങ്ങൾ. പണമില്ല, പണമില്ല, പണമില്ല. ഉള്ള പണം എങ്ങോട്ട് പോകുന്നു? വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഉയരുന്നത്. തീർച്ചയായിട്ടും അങ്കണവാടികളുടെ സ്വാതന്ത്ര്യത്തിന് ഡിജിറ്റൽ ചാനലായ സുഭാഷിതവും ഞങ്ങളുടെ മറ്റൊരു ചാനലായ ഗ്രീൻ ഗ്ലോബലും ഞങ്ങളുടെ ടീമും എപ്പോഴും കൂടെ ഉണ്ടാവും, ഒപ്പമുണ്ടാകും. മുന്നിലല്ല, പിറകിൽ. വീഡിയോ ചെയ്യുന്നതിൽ ഞങ്ങൾ മുന്നിലാണെങ്കിൽ കാര്യങ്ങളിൽ സഹായിക്കാൻ ഞങ്ങൾ പിറകിലുണ്ടാകും. ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. ഈ 66,000 പേരായ നിലവിലുള്ളവരെയോ ഇനി പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരാളെപ്പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. എങ്കിലും അദൃശ്യമായി ഞങ്ങൾ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഉൾക്കരുത്തേകാൻ നിങ്ങൾ സധൈര്യം സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻദിനങ്ങൾ ആസ്വദിക്കുക. നമുക്കൊന്നായി നടന്നു നീങ്ങാം.